അതാണ് സുഖചരൻ. സർവചേഷ്ട എല്ലാം ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ആ ത്വദ്ഭക്തി സേവ്യമാനാനപി ചരിതരാൻ ആശ്രയാൻ എല്ലാം ചെയ്തുകൊണ്ട് ആ ഓരോ പുണ്യസ്ഥലങ്ങളെ പറ്റി അറിഞ്ഞുകൊണ്ട് അവിടെയൊക്കെ തീർത്ഥയാത്ര ചെയ്തുകൊണ്ട് പോവും. അതുപോലെ അവർക്ക് എന്തുണ്ടാവില്ല, എല്ലാവരും ദസ്യോ വിപ്രേ മൃഗാദിഷു അഭി സമമതി മുച്ഛ്യ മാന അപമാന സ്പർദ്ധ അസൂയാദി ദോഷ. അമ്പലത്തിൽ പോകുമ്പോൾ ചെരുപ്പ് മാത്രം ഊരിയിട്ടാ പോരാ എന്നാണ് പറയുന്നത്. എന്തൊക്കെ ഊരിയിടണം? മാനം, അപമാനം, സ്പർദ്ധ, അസൂയ ഇതൊക്കെ അഴിച്ചു വയ്ക്കണം. എവിടെ? പുറത്ത്. ചെരുപ്പ് മാത്രം ഊരിയിട്ട് കാര്യമില്ല. അപ്പോൾ ചെരുപ്പ് ഊരിടാനും മടിയാണ് ആൾക്കാർക്ക്. പോയാലോ എന്ന് പേടിയുണ്ട്. ഞാനൊരിക്കൽ ഒരു ഇന്ത്യക്ക് പുറത്ത് എനിക്ക് സത്സംഗത്തിൽ പോയപ്പോൾ ചെല്ലുമ്പോൾ തന്നെ ഒരു ബാഗ് തരും. ബാഗ് തന്നപ്പോൾ എന്തിനാ ചോദിച്ചപ്പോൾ നിങ്ങളുടെ ചെരുപ്പ് ആ ബാഗിൽ വെച്ച് നിങ്ങളുടെ ആസനത്തിലാണ് ചോദിച്ചോളാൻ. എന്നാൽ നിങ്ങൾക്ക് പേടി ഉണ്ടാവില്ല എന്ത് പോകുന്നു? ചെരുപ്പ് പോകുന്ന പേടിയത്ര. പല ആൾക്കാർക്കും പേടിയാണ്. പുതിയ ചെരുപ്പാണ്. അതുകൊണ്ട് ഞാൻ പറയും അമ്പലത്തിൽ വരുമ്പോൾ പഴയ ചെരുപ്പ് കൊണ്ടുവന്നാൽ മതിയെന്ന്. പുതിയ ചെരുപ്പ് കൊണ്ടുവരണ്ട. ഇവിടെ ഇരിക്കുമ്പോഴും പലപ്പോഴും വിചാരം എന്താ വെച്ചാൽ എത്ര ആൾക്കാർ ചെരുപ്പ് പോകുന്നുണ്ട്, ഇല്ല. അപ്പം അതുകൊണ്ട് സ്പർദ്ധാതൊക്കെ വിടുക വേണ്ടതാണ്. പിന്നെ എത്ര കാലം നമ്മൾ ഈശ്വരനെ ഭജിക്കണം, എത്ര കാലം വരെ ഈ ഭാവം വരുന്നില്ലയോ അതുവരെ. അതെങ്ങനെ അറിയാൻ ചോദിച്ചാൽ, അരി അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ ചോറ് വെന്തോന്ന് അറിയണമെങ്കിൽ ഓരോ വറ്റും ഞെക്കി നോക്കണോ, ഒരു വറ്റ് ഞെക്കി നോക്കിയാൽ മതി. അരി അടുപ്പത്തിട്ട് ഭർത്താവും ഭാര്യ അപ്പുറത്ത് പെടുന്നു, ഓരോ വറ്റും ഞെക്കി നോക്കണോ? ഒരു വറ്റ് ഞെക്കി നോക്കി അറിയാം അല്ലേ? അതുപോലെ ഒരു പ്രവൃത്തി കൊണ്ട് അറിയാൻ പറ്റും ആ മനുഷ്യൻ്റെ മനസ്ഥിതി എന്താണെന്നുള്ളത്. അതുകൊണ്ട് കുറച്ചെങ്കിലും ധർമ്മസ്യാസിതാവത് കിമവിനഭവൻ പ്രസ്തുതസ്യ പ്രണാശ തസ്മാൽ സർവാത്മനൈവ പ്രതിശമൈഭോ ഭക്തിമാർഗം. അപ്പോൾ പ്രവൃത്തി എന്നാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം തെളിയുന്നത്. അല്ലാണ്ട് കുറെ സംസാരിച്ചിട്ടൊന്നും കാര്യം വരുന്നില്ല. മാത്രമല്ല ഇവിടെ മാർക്കണ്ഡേയന്റെ കഥ പറയാൻ പോവുകയാണ്. മൃഗണ്ഡ മഹർഷിയുടെ മകനാണ് മാർക്കണ്ഡേയൻ. മൃഗണ്ഡ മഹർഷി മഹാദേവനെ തപസ് ചെയ്തു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു, വിഡ്ഢിയായിട്ടുള്ളതായ ദീർഘായുസ്സുള്ള മകനെ വേണോ അതോ ബുദ്ധിമാനായിട്ടുള്ളതായ അല്പായുസ് വേണോ ചോദിച്ചു. അപ്പം പറഞ്ഞു അല്പായുസ് മതിയെന്ന്. വിഡ്ഢിയും കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണ് മാർക്കണ്ഡേയ മഹർഷിക്ക് മകനുണ്ടായത്. മൃഗണ്ഡ മഹർഷിക്ക് ഉണ്ടായത് മാർക്കണ്ഡേയൻ. നമ്മൾ കേട്ടിൽ 16 വയസ്സാണ്, പക്ഷേ ഇവിടെ പറയുന്നത് 12 വയസ്സാണ്. പണ്ട് കാലത്തൊക്കെ പിറന്നാളൊക്കെ ഭക്ഷണം വിളമ്പത്തിൻ്റെ അമ്മയാണ്. എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്. 11ാമത്തെ വയസ്സിൽ അമ്മ വിളമ്പി കൊടുക്കാതെ ആർക്ക്? മാർക്കണ്ഡേയന് പിറന്നാൾ സദ്യ. അപ്പം കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് അമ്മയുടെ. അപ്പോൾ ചോദിച്ചു മാർക്കണ്ഡേയൻ, എന്താ അമ്മ കരഞ്ഞത്? കരയണമെന്നാ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിനക്ക് ഈ 1 വർഷം കൂടി ആയുസ്സുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് വിചാരിച്ച് ഞാൻ അടുത്ത പിറന്നാളിന് എന്താവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ മാർക്കണ്ഡേയൻ പറഞ്ഞു, അമ്മ പേടിക്കണ്ട, ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് അപ്പം ഇറങ്ങിയത്രയാണ്. ഇറങ്ങിയിട്ട് നേരെ തിരുനാവായിൽ വന്നു. തിരുനാവായ അറിയില്ലേ? നാവാമോദനാണ്. നവയോഗികളെ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രമാണ് തിരുനാവായ. അവിടെ വന്ന് 1 വർഷക്കാലം അവിടെ ഭജനെടുന്നു. ആരെടുത്ത്? മുകുന്ദൻ എന്ന് പറഞ്ഞാൽ മോക്ഷം കൊടുക്കുന്ന ആളെന്നാണ് മുകുന്ദൻ്റെ അർത്ഥം. 1 വർഷം കഴിഞ്ഞ് ഈ 12ാമത്തെ വയസ്സ് ആവണ തലേ ദിവസം അദ്ദേഹം തൃപ്രങ്ങോട്ട് ശിവനെ വിളിച്ചു. ആര്? ഭഗവാൻ. എന്നിട്ട് പറഞ്ഞു, മൃത്യുവിൻ്റെ ദേവൻ ഞാനല്ല, അവിടുന്നാണ് മൃത്യുവിൻ്റെ ദേവൻ. ഈ ഉണ്ണി ഞാൻ അങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ്, വേണ്ട പോലെ രക്ഷിച്ചോളൂ. അപ്പോഴത്തേക്കും 12ാമത്തെ വയസ്സിൻ്റെ ദിവസം ആവാറായപ്പോൾ ഈ ഭഗവാൻ എന്ത് ഇതുപോലെ കല്ല് കൊടുത്തു തരേ മാർക്കണ്ഡേയൻ്റെ കയ്യിൽ. എന്നിട്ട് പറഞ്ഞു, കാലം പിൻഭാഗത്തുണ്ട്, അടുത്തുനിന്ന് നമ്മൾ കല്ലെടുത്ത് എറിഞ്ഞാൽ മതി, അപ്പോൾ അത് പൊക്കോളുന്നു. അങ്ങനെ കല്ലെറിഞ്ഞ് ഓടി തൃപ്രം ഇങ്ങോട്ട് എത്തി. ആര്? മാർക്കണ്ഡേയൻ. അവിടെ ചെന്നപ്പോഴത്തേക്കും കാലിനടുത്ത് എത്തിക്കഴിഞ്ഞു. ഉടനെ ചെയ്തു, ശിവലിംഗം കെട്ടിങ്ങോട്ട് പിടിച്ചു. കെട്ടിപ്പിടിച്ചപ്പോൾ ശിവലിംഗത്തോടു കൂടി കയറിട്ടു. ആര്? കാലൻ. അത് ശരിയായില്ല. ഉടനെ അവിടുന്ന് കൺമൊഴിച്ചു മഹാദേവൻ. ഭസ്മാക്കി കാലിനങ്ങൾ. ഇനി നിന്റെ ആവശ്യമില്ല, എന്നെയും കൂടി കയറിടാനുള്ളതായ അഹങ്കാരം നിനക്കുണ്ടായി എന്ന് പറഞ്ഞിട്ട് കയറ് ഇട്ടു. ആ കാലിനെ ഇല്ലാതെ. അതുകൊണ്ട് കാലകാലൻ എന്ന പേര് വന്നത് ആർക്ക്? എന്നിട്ട് മാർക്കണ്ഡേയനോട് പറഞ്ഞു, നീ ചിരായുസ്വായിട്ടിരിക്കട്ടെ എന്ന്. എന്നും ചെറുപ്പമായിട്ടിരുന്നു. അവിടെ നിന്ന് അനുഗ്രഹം കൊടുത്തു. അങ്ങനെ അനുഗ്രഹം കെട്ടി തിരിച്ചു വന്നിട്ട് പുഷ്പഭദ്ര എന്ന നദീതീരത്ത് 6 മന്വന്തരം തപസ് ചെയ്തു. 72 ചതുർയുഗമാണ് ഒരു മന്വന്തരം. 6 മന്വന്തരം തപസ് ചെയ്തു. 6 മന്വന്തരം തപസ് ചെയ്ത്
ഈ തപസ്സെടുക്കാനായിട്ട് മഹർഷിമാരൊക്കെ ശ്രമിച്ചു, നടന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് നരനാരായണന്മാർ വന്നു. ഇതൊക്കെ ഭാഗവതത്തിലുണ്ട് കേട്ടോ. ഒക്കെ നരനാരായണന്മാർ കാണാൻ വന്നപ്പോൾ മാർക്കണ്ഡേയനെ കണ്ടു, സന്തോഷമായിട്ട് ചോദിച്ചു, എന്തെങ്കിലും വരം വേണോ ചോദിച്ചു. അതെ, അപ്പൊ അവിടെ അത് പറഞ്ഞില്ല അല്ലേ. ആ ശ്ലോകം, 5-ാമത്തെ ശ്ലോകം എടുത്തു കഴിഞ്ഞാല്, നിങ്ങൾ ആ ശ്ലോകം എടുത്ത് നോക്കൂ. അവിടെ ഭട്ടതിരിപ്പാടിൻ്റെ നല്ല പ്രയോഗം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണത്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. യോഗോഷ്മപ്ലുഷ്യമാണ് നതു പുരസകത്. ഇന്ദ്രന്റെ ആൾക്കാർക്ക് ആർക്കും ഇദ്ദേഹത്തിന് ഇളക്കാനോ തപസ് മുടക്കാനോ സാധിച്ചിട്ടില്ല. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ ത്വജ്ജനം നിർജയേത്ക. അത് അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. ഗുരുവായൂരപ്പ, അവിടുത്തെ ഭക്തന്മാരെ ജയിക്കാൻ ഈ ലോകത്തിൽ ആരെ കൊണ്ടും സാധ്യമല്ല. ത്വജ്ജനം നിർജയേക്ക വളരെ പ്രധാനമാണ്. ഈ നാരായണീയത്തിലെ പല ഭാഗത്തും ഇത്തരം പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് നരനായന്മാർ വന്നു. അവർ ഭഗവാനെ കണ്ടു, അല്ല മാർക്കണ്ഡേയനെ കണ്ടു. മാർക്കണ്ഡേയനെ അവർ സ്വീകരിച്ചു. അപ്പൊ ചോദിച്ചു, എന്താ കാണാൻ മോഹം, എന്ത് വരം വേണം ചോദിച്ചു. അപ്പൊ പറഞ്ഞു, മായ എന്താണെന്ന് അറിയണം. ഇത്രേ പറഞ്ഞുള്ളൂ. എനിക്ക് മായ എന്താണെന്ന് അറിയില്ല. നമുക്കൊക്കെയോ മായ മാത്രമേ, നമ്മൾ മായപ്പെട്ടിരിക്കുക. മായ എന്താണെന്ന് അറിയണം എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു, ഈ നാരായണന്മാർ പറഞ്ഞു, കാത്തിരിക്കൂ, കാണിച്ചു തരാം നമ്മൾ. ഈ മായ എന്താണെന്ന് അറിയില്ല. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യത്തിന് ഇപ്പോഴും അറിയില്ല അതേ അത് വെള്ളത്തിലേക്ക് കിടക്കണമെന്ന്. എപ്പോഴാണ് വെള്ളത്തിൽ കിടന്ന് മനസ്സിലായത്? കരയ്ക്ക് വീണപ്പോൾ. ഇപ്പൊ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ മായപ്പെട്ടിരിക്കണമെന്ന്. കാരണം ഇതേ അനുഭവം നമ്മൾ ഈ മായയിൽ പെട്ട ഒരാൾക്ക് മായപ്പെട്ടു എന്ന് തോന്നണ്ടേ, ആ തിരിച്ചറിവ് വരണ്ടേ. ഒരിക്കൽ നാരദ മഹർഷി ഭഗവാനോട് പറഞ്ഞത്രേ, എനിക്ക് മായ കാണണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നാരദ വെറുതെ പുറപ്പെടണ്ട, അത് അപകടമാണ് അറിയാനായിട്ട്. അതല്ല, എനിക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ എൻ്റെ കൂടെ വരും എന്ന് പറഞ്ഞ് ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോയി നാരദ മഹർഷി. നാരദ മഹർഷി പോവുകയാണ്. കുറേ ദൂരെ ചെന്നപ്പോൾ നാരദ മഹർഷിയുടെ കമണ്ടലുണ്ട് കയ്യിൽ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ദാഹിച്ചിട്ട് പോയി നാരദ, ഈ കമണ്ടലിൽ കുറച്ച് വെള്ളം കൊണ്ടുവരുമോ ചോദിച്ചു. പിന്നെ നാരദ മഹർഷി കൊണ്ടുവരാൻ നമ്മൾ കമണ്ടൽ കൊണ്ടുപോയി. കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരു തടാകം ഉണ്ടാക്കുക. ആ തടാകത്തിൽ വെള്ളം മുക്കാൻ നോക്കുമ്പോൾ സുന്ദരിയായിട്ടൊരു പെൺകുട്ടിയുടെ നിഴല് കാണുന്നു വെള്ളത്തിൽ. അത് നോക്കി നിന്നു അവിടെ. പെൺകുട്ടി അതിസുന്ദരിയാണ്. അപ്പോൾ നാരദ പോയിട്ട് ചോദിച്ചു, നീ നല്ല സുന്ദരിയാണല്ലോ, നിനക്ക് എന്നെ ഇഷ്ടമായി എന്ന് ചോദിച്ചു. അപ്പോൾ സുന്ദരി പറഞ്ഞു, ഇഷ്ടമായി എന്ന്. എനിക്ക് നിന്നെ ഇഷ്ടമായി, കല്യാണം കഴിച്ചു. ആ തടാകത്തിനടുത്ത് ഒരു കുടിൽ കെട്ടി താമസമായി. പ്രസവം തുടങ്ങി. 1, 2, 3, 4, 5, 6 പ്രസവമായി. കുട്ടികളായി. ഫാമിലി. ഇപ്പം എന്തിനാ പോയത് അയാൾ? നാരദ മഹർഷി എന്തിനാ പോയത്? വെള്ളമെടുക്കാൻ. ഇപ്പം എന്തായി ഇപ്പോൾ അവിടെ? അങ്ങനെ അവിടെ കഴിച്ചു വിട്ടു. അപ്പോഴത്തെ പെട്ടെന്ന് ഈ തടാകത്തിൽ വെള്ളമൊക്കെ പൊന്തി, വെള്ളപ്പൊക്കം വന്നു, ഭാര്യ ഒഴുകണു, കുട്ടികൾ ഒഴുകണു. നാരദ മഹർഷി കരച്ചിലോട് കരച്ചില്ല, എൻ്റെ ഭാര്യ പോയേ, കുട്ടി പോയേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭഗവൻ പിന്നിൽ നിന്നിട്ട് പറയാ, വെള്ളം കൊണ്ടുവരാൻ വന്നിട്ട് എവിടെയുള്ളൂ. അപ്പോൾ നാരദ മഹർഷി പറയാണ്, ഇനി മേലിലേക്ക് മായ കാണണ്ട, മതിയായി. ഇതാണ് ജീവിതം അല്ലേ? എന്താ ഒരു ഭ്രമം. ഓരോന്നിൽ നമുക്ക് വരുന്ന ഭ്രമം ആലോചിച്ച് നോക്കൂ. അത് പോയി, ഇത് പോയി, അത് നഷ്ടമായി, ഇത് നഷ്ടമായി, അത് കഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ തൽക്കാലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അത് പോയി, ഇത്ര തന്നെ ഉള്ളൂ. അതിന് പകരം അതിൻ്റെ പിന്നാലെ തൂങ്ങാൻ പോയാൽ നമുക്ക് തന്നെ വിഷ്ണു കൊണ്ടുവരിക. അതുകൊണ്ട് മായയെ പറ്റി പറഞ്ഞു. അത് കഴിഞ്ഞ് നാരായണന്മാർ പോയ ശേഷം വെള്ളപ്പൊക്കം വന്നു. ആ പുഷ്പഭദ്ര നദി കവിഞ്ഞൊഴുകി, ഹിമാലയം മുഴുവൻ വെള്ളത്തിൽ മുങ്ങി. ആകെ വെള്ളമായി, എല്ലായിടത്തും വെള്ളം. 1 കോടി വർഷം അധികം വെള്ളത്തിൽ നീന്തേണ്ടി വന്നു. മാർക്കണ്ഡേയൻ ആലോചിച്ച് നോക്കും. 1 കോടി വർഷം വെള്ളത്തിൽ മുങ്ങി. അങ്ങനെ പോയി ഇങ്ങനെ പോണ സമയത്ത് അകലെയായിട്ട് ഒരു ഉണ്ണി ഒരു ആലിൻ്റെ ഇലയിൽ, ആല് വെള്ളത്തിലാണ്, ഇല മാത്രം വെള്ളത്തിൽ മേലെ കിടക്കുന്നുണ്ട്. ആ ഇലയിൽ ഒരു ഉണ്ണി രണ്ട് കാൽവരൽ വായിലേക്ക് വെച്ചുകൊണ്ട് കരാരവിന്ദേന പദാരവിന്ദം ഇവിടെ ഇരുത്തിക്കണ അതിനാണ്. അടുത്ത് ഇരുത്തിയേക്കണ അതിനാ. പകുതിക്ക് ഇറക്കുന്ന പറയിപ്പിക്കണ്ടേ. പദാരവിന്ദം മുഹാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസ്സാസ്മരാമി. ഇതാണ് പറയാൻ വന്നത്. ഇപ്പോൾ
പക്ഷേ അവിടെ ഇപ്പം ഈ ഫോട്ടോ എല്ലായിടത്തും വരുന്നുണ്ടല്ലേ. ആ ഫോട്ടോയിൽ ഓടക്കോഴിൽ ഒരു കയ്യിൽ മറ്റേ കൈ കൊണ്ട് വിരൽ പിടിച്ചിരിക്കുകയാണ്. ഇപ്പം എന്താ പറ്റിയ വെച്ചാൽ ഓടക്കോലും വിളിക്കാൻ നിർത്തിയില്ല, വിരൽ വായിൽ വെക്കാനും നിർത്തിയില്ലാണ്ട് അന്തം വിട്ട് കിടക്കാൻ പാട്. അതല്ല ഫോട്ടോ ശരിക്കും. ഈ മൂന്തന് ഓടക്കോഴിലില്ല, പരബ്രഹ്മസ്വരൂപന് അത് രണ്ട് കൈ കൊണ്ടും ഈ കലന്റെ വിരലെടുത്ത് വായിലേക്ക് വെച്ചിരിക്കുക. ഇപ്പോഴത്തെ ആൾക്കാർ എന്ത് വിചാരിച്ചു, ഇത് കൃഷ്ണനാണ്. ആലിലെ കൃഷ്ണനില്ല, ആലിലെ മുകുന്ദനാണത്, സാക്ഷ പരബ്രഹ്മമാണത്. ഇന്നിപ്പോൾ ഈ വരച്ചവർക്കൊന്നും അറിഞ്ഞൂടാ അതിനെ പറ്റിയിട്ട്. അതുകൊണ്ട് ഓടക്കോട് ഒരു കൈ കൊടുത്തിട്ടുണ്ട്, മറ്റേ കൈ കൊണ്ട് കാലും പിടിച്ചിട്ടുണ്ട്. എന്താ വേണ്ടിയെന്ന് അറിയാണ്ട് കിടക്കുമ്പോൾ നമ്മുടെ കാര്യം ശരിയാവും. അപ്പോൾ മുകുന്ദൻ, ആലിലെ മുകുന്ദൻ, അതും പേരാലിൻ്റെ ഇലയില. പെരിയ ആലിൻ്റെ പേരാണ്, ആലിൻ്റെ പേരാണ് അരയാല്, പെരിയ ആല്, പേരാല്. പേരാലിൻ്റെ മൊട്ടാണ് യാഗത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. ശ്രേഷ്ഠമായ ആലാണ് പേരാൽ. ഇന്ദ്രപദവിയാണ് പേരാലിനുള്ളത്. ആ പേരാൽ വലുതായി കഴിഞ്ഞാൽ എത്രയോ സ്ഥലം എടുക്കും അത്. അതിൻ്റെ ഇലയിലാണ്. പക്ഷെ നമ്മൾ കാണുന്ന ഫോട്ടോ ഏതല്ലയാ. അറിയാലിന് ഒറ്റ ഗുണം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ തരുന്ന വൃക്ഷം അറിയാലാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതാണ് ക്ഷേത്രങ്ങളിലൊക്കെ അറിയാൽ വയ്ക്കുന്നതിന് ഉദ്ദേശം തന്നെ. ഈ ഭക്തജനങ്ങൾക്ക് ഓക്സിജന് കുറവ് വരണ്ടാച്ചിട്ടാണ് ഇതൊക്കെ വെച്ചേക്കണത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ തരുന്ന വൃക്ഷം അറിയാലാണ്. അതാണ് അറിയാൽ പ്രദക്ഷിണം വയ്ക്കണം. നമ്മൾ 7 പ്രദക്ഷിണം വയ്ക്കണം. ഒന്നല്ല, 7 പ്രദക്ഷിണം വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ ഓക്സിജൻ നല്ലോണം നിറയും. ഇതൊക്കെ സയൻറ്റിഫിക്കാണ് വാസ്തവത്തിൽ, അല്ലാണ്ട് വെറുതെ പറയണതല്ല. ഏതായാലും ഭഗവാനെ കണ്ടു. ഭഗവാന്റെ അടുത്തേക്ക് ചെന്ന ഉടനെ ഭഗവാന്റെ ശ്വാസത്തിൽ അകത്തേക്കാൻ പോയി. അകത്ത് പോയപ്പോൾ ബ്രഹ്മാണ്ടം മുഴുവൻ അകത്ത് കണ്ടു. അടുത്ത ഉച്ഛ്വാസവായിൽ പുറത്തേക്കും വന്നു. പുറത്ത് വന്നപ്പോൾ വെള്ളപ്പൊക്കവും ഇല്ല, ഒന്നുമില്ല, സുഖമായിട്ട് ആശ്വാസത്തിലിരിക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലായി മായ ഇതാണെന്നത്. ഒക്കെ ഒരു തോന്നൽ പോലെ വരും, ഒരു തോന്നൽ പോലെ പോകും. അതാണ് മായ. അത് കഴിഞ്ഞപ്പോൾ പാർവതി പരമേശ്വരന്മാർ കാണാൻ വന്നു ഉത്തരേ മാർക്കണ്ഡേയൻ. കണ്ട ഉടനെ ചോദിച്ചു, സന്തോഷമായിട്ട് പരമേശ്വരനെയും പാർവതി നല്ലോണം നമസ്കരിച്ച് പൂജിച്ച് കഴിഞ്ഞപ്പോൾ മഹാദേവൻ ചോദിച്ചു, ഉത്തരേ വരം വല്ലതും വേണം. ആ മാർക്കണ്ഡേയൻ പറഞ്ഞു, ദൈവം ഏത് വരം തരരുത്. ഒരു വരം കിട്ടിയിട്ട് 1 കോടി വർഷം വെള്ളത്തിൽ കിടക്കേണ്ടി വന്നു ഞാൻ. ഇനി എനിക്ക് വരം വേണ്ട, അവിടുന്ന് വരൊന്നും തരണ്ട. അപ്പോൾ പറഞ്ഞു, എനിക്ക് നിർബന്ധമുണ്ട്, എന്നെ ആരെങ്കിലും കണ്ടാൽ ഞാൻ വരം കൊടുത്തേ പോകുള്ളൂ അത്രേ. അപ്പോൾ മഹാദേവൻ മാർക്കണ്ഡേയൻ വിചാരിക്കും ഇപ്പം എന്ത് വരാമോ തരാൻ പോണത്. ഉടനെ പറഞ്ഞു, എന്നും ചിരഞ്ജീവിയായിരിക്കും, വലിയ വലിയ പുരാണങ്ങളും ഒക്കെ എഴുതുന്ന മഹാത്മാവായിട്ട് മഹാമഹർഷിയായിട്ട് നിങ്ങൾ മാറും എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെയാണ് മാർക്കണ്ഡേയ പുരാണം പോലും ഇറങ്ങിയത്. മാർക്കണ്ഡേയ പുരാണത്തിനാണ് ദൈവമാത്മ്യമൊക്കെ ഉള്ളത്. അങ്ങനെയാണ് മാർക്കണ്ഡേയ കഥ. പിന്നെ പറഞ്ഞു ഈ ഭഗവാന്റെ അവസ്ഥ. ഗുരുവായൂരിരിക്കണു, വൃന്ദാവനത്തിലിരിക്കണു, ബദരിയിലിരിക്കണു, അവിടെ ദ്വാരകയിലിരിക്കണു, പുരിയിലിരിക്കണു, ശ്രീരംഗത്തിരിക്കണു, അനന്തപത്മാവ ക്ഷേത്രത്തിലിരിക്കണു. ഇരിക്കണതൊക്കെ ഒരാളാണ്. അത്രയുള്ളൂ. അതാണ് എവിടെയൊക്കെയോ ഇരിക്കണു, എല്ലാം ഒന്ന് തന്നെയാണ്. സംശയസ്മിൻ സത്യലോകേ വീതി ഹരിപുരവിൻ മന്ദിരാണി ഊർധ്വമൂർധ്വം തേപ്യോവി ഊർധ്വം തു മായാവികൃതി വിരഹിതോ ഭാതി വൈകുണ്ഠലോകേ. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ കുണ്ഠതയില്ലാത്ത ലോകത്തിന്റെ പേരാണ് വൈകുണ്ഠലോകം. അവിടെയുണ്ട്. തത്രത്വം കാരണാംഭസ്സവി പശുപകുലേ. കാരണജലത്തിൽ അദ്ദേഹം ഒഴുകി നടക്കുന്നുണ്ട്. അതുപോലെ വൃന്ദാവനത്തിൽ പശുപാലനായിട്ട് ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിലും ആരുണ്ട്? ശുദ്ധ സത്വീകരൂപീ സച്ചിൽബ്രഹ്മ അദ്വയാത്മാ പവനപരപതേ ബാഹ്യമാം സർവ രോഗ. ഈ ശ്ലോകം വളരെ പ്രധാനമാണ്. സർവ്വവ്യാപീകരിക്കുന്ന ഗുരുവായൂരപ്പനെ വർണ്ണിക്കുകയാണ്. ഇനി അടുത്ത ദശകത്തിലാണ്. എല്ലാവർക്കും നമസ്കരിക്കാവുന്നവരൊക്കെ നമസ്കരിക്കുക. വളരെ ശ്രേഷ്ഠമായ ഒരു ദശകമാണ് 98. ഭഗവാന്റെ നിർഗുണ പരബ്രഹ്മ ഭാഗവത്തിനെ വർണ്ണിക്കുന്ന ദശകമാണ്. നിർഗുണ